ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെയ്യം കാണുക, ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. വളരെ ഉഗ്രരൂപിണിയായ എന്നാൽ കാണാൻ നല്ല ആനച്ചന്തമുള്ള മനോഹരമായ അണിയലങ്ങളോട് കൂടിയ ഒരു നല്ല അമ്മദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. പാടാർകുളങ്ങര ഭഗവതി. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് പാടാർകുളങ്ങര കാവാണ് ഈ ഭഗവതിയുടെ ആരൂഢ സ്ഥാനം. നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ എല്ലാ തെയ്യത്തിനും അതിൻ്റേതായ പുരാവൃത്തങ്ങളുണ്ട്. പുരാവൃത്തം തന്നെ നമുക്കറിയാം, പുരാണ പുരാവൃത്തമുണ്ട്, അതുപോലെ നാട്ടുപുരാവൃത്തമുണ്ട്. ഒരു കൂട്ടായ്മയിൽ തെയ്യത്തിൻ്റെ പ്രാധാന്യം എന്താണ്, പ്രസക്തി എന്താണ് എന്നിങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഓരോ പുരാവൃത്തവും. തെയ്യത്തെ മുൻനിർത്തിയുള്ള ഇത്തരം പുരാവൃത്തങ്ങളാണ് അഥവാ കഥകളാണ്, ഉൽപ്പത്തി കഥകളാണ്, അല്ലെങ്കിൽ നിലനിൽപ്പിൻ്റെ കഥകളാണ് ഓരോ കാലഘട്ടങ്ങളിലും ജനങ്ങൾ കയ്യേൽക്കുന്നതും തലമുറകളിലേക്ക് കൈമാറുന്നതും. അങ്ങനെ വരുമ്പോൾ തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികമായ അടിസ്ഥാനം തന്നെയാണ് ആ തെയ്യത്തിൻ്റെ പുരാവൃത്തം എന്ന് പറയാം. ഈ തെയ്യത്തിനുമുണ്ട് ഒന്നിലധികം പുരാവൃത്തങ്ങൾ. പാലാഴി മഥനം കഥ എല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് വിഷ്ണു മോഹിനി രൂപത്തിൽ അവതരിക്കുന്നുണ്ട്. ഈ മോഹിനി രൂപമാണത്രേ പാടാർകുളങ്ങര ഭഗവതി. ശിവപുത്രിയായ കാളിയുടെ സങ്കല്പവും ഈ ഭഗവതിക്കുണ്ട്. ശിവന്റെ ഹോമാഗ്നിയിൽ നിന്ന് അവതരിച്ച കാളി ശിവന്റെ വസൂരി രോഗം ഇല്ലാതാക്കി നീലേശ്വരത്തെ 10 പട്ടേരിമാർക്ക് സൗഖ്യം പ്രദാനം ചെയ്ത് നിലനിൽക്കുന്നുവത്രേ. അത് മറ്റൊരു പുരാവൃത്തം. പുരാവൃത്തം കൊണ്ടും സങ്കല്പം കൊണ്ടും ഉഗ്രമൂർത്തിയാണ് ഈ ദേവത. അരയിൽ കുത്തി നിർത്തിയിരിക്കുന്ന പന്തങ്ങൾ, വായയെ 2 ഭാഗത്തേക്കും വലിച്ചു നിർത്തുന്ന കവിളോളം എത്തുന്ന എകറുകൾ, ശക്തിസങ്കല്പം വ്യക്തമാക്കുന്ന കണ്ണെഴുത്ത്, കയ്യിലുള്ള വാള്, അതുപോലെ തന്നെ വളരെ ഉയരത്തിൽ നിൽക്കുന്ന മുടി, അങ്ങനെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ആകെ കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ ഉഗ്രമൂർത്തി സങ്കല്പം ഒരൊറ്റ കാഴ്ചവട്ടത്തിൽ തന്നെ നമുക്ക് അനുഭവവേദ്യമാണ്. ഈ ഉഗ്രമൂർത്തി സങ്കല്പം വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഭഗവതിയെ മുൻനിർത്തിയുള്ള നാട്ടുപുരാവൃത്തവും. തൻ്റെ അവതാര ദൗത്യം നിർവഹിച്ച് ഭൂമി ലോകത്തെത്തിയ കാളി പാടാർകുളങ്ങര കടവിലാണത്രേ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അവിടെ കണ്ട ബ്രാഹ്മണന്റെ കഴുത്തറുത്ത് ചോര കുടിച്ചു അത്രേ ഈ കാളി. ദൈവക്കരുവായി മാറിയ ഈ ബ്രാഹ്മണനെ പാടാർകുളങ്ങര വീരൻ എന്ന പേരിൽ ഭഗവതിയോടൊപ്പം ചില സ്ഥലങ്ങളിൽ കെട്ടിയാടിക്കുന്നുമുണ്ട്. നീലേശ്വരം പ്രദേശത്തിൻ്റെ അതിദേവതയാണ് ഈ ദേവി. രോഗാദി ദുരിതങ്ങൾ പരിഹരിക്കുന്നതിനും ജീവിത വിജയം നേടിയെടുക്കുന്നതിനും വേണ്ടി കൂട്ടായ്മ ഒരേ ശബ്ദത്തിൽ വിളിക്കുന്ന ദേവിയാണ് പാടാർകുളങ്ങര ഭഗവതി. കൂട്ടായ്മയിൽ വിശ്വാസവും ആത്മവിശ്വാസവും ഒരുപോലെ വളർത്താൻ പര്യാപ്തമായ വിധത്തിലാണ് തെയ്യത്തിൻ്റെ കാഴ്ചവട്ടവും ചുവടുകളും കലാശങ്ങളും എല്ലാം. വടക്ക് തിരിഞ്ഞ് അണിയലങ്ങൾ പൂർത്തിയാക്കി കണ്ണാടി നോക്കലും കഴിഞ്ഞാൽ തെയ്യത്തിൻ്റെ ഒരു വരവുണ്ട്. നമ്മൾ ആരെയും ഒന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് ആ വരവ്. എത്ര ഭക്തിയില്ലാത്തവരുടെയും ഉള്ള് ഒന്ന് ഭക്തി കൊണ്ട് നിറയുകയും ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ തൊഴാനുള്ള ഒരു മനസ്സുണ്ടാവുകയും ചെയ്യും. അതാണ് പാടാർകുളങ്ങര ഭഗവതി. അതുപോലെ തന്നെ തെയ്യത്തിന് വളരെ വ്യക്തമായ 2 ഭാവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഉഗ്രമൂർത്തി സങ്കല്പത്തിൽ രോഗാതി ദുരിതങ്ങളൊക്കെ ഇല്ലാതായി നാട്ടുകാരുടെ ശക്തിപ്രഭാവമായി നിൽക്കുന്ന ഇതേ ദേവിയുടെ മുഖം ചില കലാശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ സാന്ത്വനത്തിന്റെ മാതൃഭാവവും നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ അമ്മദൈവങ്ങളുടെ വൈവിധ്യതകളുടെ വലിയൊരു കലവറ തന്നെ ഉത്തരമലബാറിലെ തെയ്യക്കളത്തിലുണ്ട്. പറഞ്ഞതിനേക്കാൾ ഏറെ എത്രയോ പറയാനുണ്ടത്രേ. ഇനിയും കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമന്റുകൾ കേവല കമന്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക. ഇവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത്. ഒരിക്കൽ കൂടി നന്ദി.